ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് അദബുൽ അന്ദുലുസി ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് അൽ അദബുൽ അന്ദുലുസി നോക്കാം. ഇതില് നമ്മള് നല്ല ഷോർട്ട് ആയിട്ടാണ് കേട്ടോ ഓരോരുത്തരെ പറ്റിയും പറയുന്നത്. അദബുൽ മഹ്ജറിന്റെ അത്രയും ലോങ് ആക്കിയിട്ടില്ല. അപ്പൊ ഉള്ള ഭാഗങ്ങൾ എന്തായാലും വൃത്തിക്ക് നോക്കട്ടോ. അപ്പൊ ഫസ്റ്റ് ആള് ഇബ്നു ദർറാജ് അൽ ഖിസ്തി ആണ്. അപ്പൊ ഇദ്ദേഹം കുർത്തുബയിലാണ് ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത് അബു ഉമർ എന്നാണ്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി സഅലബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹുവ ബിസ്സുഖയിൽ അന്ദുലുസി മിസ്ല മുത്തനബി ഫി സുഖൈ ഷാം. എന്താണ് ഈ ഷാമില് മുത്തനബിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലേ? മുത്തനബി ഏത് കാലത്തെ ഷായറാണ്? മുത്തനബിനെ പറ്റിയൊക്കെ നമ്മൾ അബ്ബാസി കാലത്തുള്ള ശുഹറാക്കളിലല്ലേ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എന്താണ് ഇദ്ദേഹം അബ്ബാസി കാലത്തുള്ള ഒരു വലിയ ഷായറായിരുന്നല്ലോ മുത്തനബി. അപ്പം അതേപോലെ തന്നെ പറയാണ് അപ്പൊ സഅലബി പറയാണ് ഈ അബ്ബാസി കാലത്തുള്ള മുത്തനബിക്ക് ഷാമിലുള്ള ഒരു സ്ഥാനം പോലാണ് ഇബ്നു ദർറാജിന് ഇവിടെ എവിടെ അന്തുലിസില്, അതായത് സ്പെയിനില്. പിന്നെ ഇദ്ദേഹം ഒരു ഷായിറു തിബ്ബായിരുന്നു. പിന്നെ ഷായിറുൻ ത്വലബ അലൈഹി അൻ യുആരിള അബൂ നുവാസ് ഫി റാഇയതുഹു. അബൂ നുവാസിന്റെ ഒരു കവിത ഉണ്ട്. അജാറത്തു ബൈത്തീന അബൂക ഗയൂറു എന്നൊക്കെ പറഞ്ഞു ഗുയൂറു പറഞ്ഞിട്ടുള്ള ഒരു ബൈത്ത് ഉണ്ട്. അപ്പൊ അതിന് എതിരായി പാടാൻ പറഞ്ഞു. ആരോട്? ഇബ്നു ദർറാജിനോട് പാടാൻ പറഞ്ഞു. അപ്പൊ ഫനല്ലമ ഫി മുആരിളതുഹ ഖസീദത്തുൻ ബദിയ. അങ്ങനെ ഈ അബൂ നുവാസിനെതിരെ ഇദ്ദേഹം നല്ലൊരു അടിപൊളിയായിട്ട് കവിത പാടി എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അബൂ നുവാസിനോടൊക്കെ വെല്ലുന്ന അബൂ നുവാസി നമ്മൾ അബ്ബാസി കാലത്തുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഷായറാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു അയാളോടൊക്കെ വെല്ലുന്ന തരത്തില് കവിത എഴുതുന്ന ഒരാളായിരുന്നു ഇബ്നു ദർറാജ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാമിലി ബർബർസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഫാമിലിന്റെ കാസ്റ്റില്. ഓക്കെ. അപ്പൊ ഇബ്നു ദർറാജിൽ ഖിസ്തിലിനെ പറ്റി നമുക്ക് ഇത്രക്ക് നോക്കി വെച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതേ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആള് ഇബ്നു ഖഫാജ ആണ്. അപ്പൊ ഇബ്നു ഖഫാജ അദ്ദേഹത്തിന്റെ ശരിക്കത്തെ നെയിം എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം ഇബ്നു അബി ഫത്തഹ് എന്നാണ് കേട്ടോ. ഇബ്നു ഖഫാജ എന്ന് വെച്ചാല് ഇദ്ദേഹം ഈ പ്രകൃതിനെ വസ്തു ചെയ്തിട്ട് കവിത എഴുതുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ആ ഒരു ഫീൽഡിൽ ഇദ്ദേഹത്തിന് കുറെ കവിത ഉണ്ട്. ഇപ്പൊ നല്ല ഫേമസ് ആണ്. പിന്നെ ഇദ്ദേഹം ഷക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജസീറയിലാണ് ജനിച്ചിട്ടുള്ളത്. ഒരു ദ്വീപിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് റക്കസ അല വസ്ഫി തൊബിയത്തി വജമാലുഹ. ഇദ്ദേഹം തൊബിയത്തിനെ പറ്റി പ്രകൃതിനെ പറ്റിയൊക്കെ നന്നായിട്ട് വസ്തു ചെയ്ത് പാടുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ ഇദ്ദേഹം സ്വർഗത്തിനെക്കാട്ടിലും സ്ഥാനം പ്രകൃതിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്തും ഇദ്ദേഹം കവിത പാടുന്നുണ്ട്. ഓക്കെ. അത്രയും കവിത അല്ല പ്രകൃതിനെ എല്ലാണ്ട് ടോപ്പാക്കുന്ന ഒരാളായിരുന്നു ഇബ്നു ഖഫാജ. പിന്നെ റക്കസ അല വസ്ഫി നമ്മൾ പറഞ്ഞു ഷായിറുൻ ആണ്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഷായിറുൻ കാന യുനാദി ഫി വദിയാനിൽ ജിബാലിയ ഇബ്രാഹിം സമൂദ് എന്നൊക്കെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇദ്ദേഹം ഏതോ ഒരു മലന്റെ മേലെ പോയി യാ ഇബ്രാഹിം സമൂത്ത് പറഞ്ഞ് അത് എക്കോ അടിച്ച് അത് പേടിച്ച് അദ്ദേഹം തലറിഞ്ഞു വീണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ലഖബുഹു അഹ്ലു അന്ദുലിസ് ബിൽ ജിനാൻ. അഹ്ലു അന്ദുലിസ് സ്പെയിൻകാർ ഇദ്ദേഹത്തിന് വിളിച്ച ലഖബ് എന്താന്ന് വെച്ചാൽ ജിനാൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇബ്നു ഖഫാജന്റെ ലഖബ് എന്താണ്? ജിനാൻ എന്നുള്ള ലഖബ് ഇദ്ദേഹത്തിനുണ്ട്. ഓക്കെ. പിന്നെ എന്താണ് ഷക്കന്തി പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഇദ്ദേഹം ഇബ്നു ഖഫാജക്ക് അൽ സനൂബറിൽ അന്ദുലുസ് എന്നുള്ള നിക് നെയിം കൊടുത്തിട്ടുണ്ട്, ലഖബ് കൊടുത്തിട്ടുണ്ട്. സനൂബരി എന്ന് വെച്ചാല് പൈൻ ആണ്. അപ്പൊ സ്പെയിനിലത്തെ പൈൻ എന്നുള്ള ആ ഒരു ലഖബ് ഇബ്നു ഖഫാജക്ക് ഉണ്ട്. ഓക്കെ.
അപ്പൊ ഇതൊക്കെയാണ് ഇബ്നു ഖഫാജനെ പറ്റി പറയാനുള്ളത്. ഇബ്നു ഖഫാജനെ പറ്റി പറയുമ്പോൾ എന്തായാലും നമ്മൾ ഓർമ്മിക്കേണ്ട പോയിന്റ് ഇദ്ദേഹം ത്വബിയത്തിനെ നന്നായിട്ട് വസ്തു ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ലഖബുകൾ നോക്കി വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആള് എന്താണ് ഇബ്നു ഹാനി ആണ്. ഇബ്നു ഹാനി കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പെയിൻ അന്തുലുസിലത്തെ ഷുറാക്കളെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരാളാണ് ഇബ്നു ഹാനി. അപ്പൊ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇഷ്ബീലിയ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അമീർ ഷുറ ഉൽ അന്തുലിസ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ഇബ്നു ഹാനി. പിന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു അറിയപ്പെടുന്ന പേരാണ് മുത്തനബിൽ ഗർബ്. യൂറോപ്പിലത്തെ മുത്തനബി എന്നറിയപ്പെട്ട ആളാണ് ഇബ്നു ഹാനി. അത് എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ മുയിസ് ദീനില്ല പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് ഇബ്നു ഹാനി നല്ല ഒരു കോണ്ടാക്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്, ഇഷ്ബീലിയയിലുള്ള സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. നാസിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിന്റെ കാലത്താണ് ഇദ്ദേഹം അവിടെ ജനിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ഇൽബീരിയ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് മാറുന്നുണ്ട്. ഇങ്ങോട്ട് ഇൽബീരിയ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് മാറാനുള്ള കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം അവിടുന്ന് ഇദ്ദേഹം ഭയങ്കര ഒരു ലിബറൽ ചിന്താഗതിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം ദുന്ദുഖ്, അതായത് നിരീശ്വരവാദമൊക്കെ വാദിച്ചു. പിന്നെ ഭയങ്കര ലഹുവും ലഹരിയിലൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അപ്പൊ അതൊക്കെ ആയപ്പം പിന്നെ ആൾക്കാർക്കൊക്കെ പരാതിയായി. അങ്ങനെ ഇദ്ദേഹം കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോ ഇദ്ദേഹം തന്നെ ഒളിച്ചോടുകയാണ് ഇൽബീരിയ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. പിന്നെ ഇദ്ദേഹത്തിന് 36 വയസ്സുള്ളപ്പം ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുള്ള ആളാണ് ഇബ്നു ഹാനി. പിന്നെ ഇദ്ദേഹം ഇത്തഹദ മദഹബുൽ ഫൽസഫ ഇദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി ഒക്കെ എന്തായിരുന്നു വെച്ചാൽ ദുന്ദുഖ, അതായത് ഈ നിരീശ്വരവാദം, അതിനോടൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫി ആയിരുന്നു ഇദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹത്തെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞപ്പം ഇദ്ദേഹം എന്താക്കി, മഗ്‌രിബിലേക്ക് പോയി. പിന്നെ എന്താണ് മുയിസ് പറഞ്ഞിട്ടുള്ള ആള് ഇദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പറഞ്ഞിട്ടാണ് എന്താ പറയുന്നത്, ഹാദർ റജുലു കുന്നാ നർജു അൻ തുഫാഹിറ ബിഹി ശുറാ ഉശ്ശർഖ് ഫലം യഖ്ദർ ലനാ ദാലിക. എന്താ പറയുന്നത്, കിഴക്കിന്റെ കവിതകളിൽ അഭിമാനിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം, ഇബ്നു ഹാനി. പക്ഷെ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ മുയിസ് പറഞ്ഞിട്ടുള്ള ആള് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മരണത്തിനെ പറ്റി പറയപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന നദാമാഹു മിൻ അഹ്ലി ലിയാഖത്തുഹു റബത്തു അലൈഹി വഖത്തലു ഔ ഇന്ന ഹറജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറയുന്നതെന്ന് വെച്ചാല് എന്താ അദ്ദേഹത്തോട് ഈ അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടുള്ള ചില അതിഥികൾ തന്നെ അദ്ദേഹത്തെ ആക്രമിച്ചു, എന്നിട്ട് കൊന്നു. അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം എന്താന്ന് വെച്ചാല് ഓവറായിട്ട് മദ്യപിച്ച് എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താണ് അവിടെ പറയുന്നുണ്ട്, ഇന്നോ ഖറജ മിനൽ ദാരി വഹുവ സക്രാനുൻ വാഫിയുൻ ഫസുറാത്തുൽ ഖംറു ഫീ ത്വരീഖി ഫമാത ഇംറുഹു. എന്താണ് ഇദ്ദേഹത്തിന് 36 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം നന്നായിട്ട് മദ്യപിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ റോഡ് വന്ന് ബോധമല്ലാണ്ട് എങ്ങനോ മരണപ്പെട്ടു പോയി. അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി ഓർത്തു വെക്കേണ്ടത് ഇതിൽ ആഡ് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര ലഹുവിന്റെയും ലഹുവിന്റെ ഒക്കെ ഒരാളായിരുന്നു എന്ന്. ദുനിയാവിലൊക്കെ ഉള്ള ആ ഒരു ആഹ്റവുമായിട്ട് അങ്ങനത്തെ ആ ഒരു ചിന്താഗതി ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ആര്, ഇബ്നു ഹാനി. ഓക്കെ, പിന്നെ അമീർ ഷുറാ ഉൽ അന്ദുലുസ് എന്നറിയപ്പെട്ട ആളും മുത്തനബിൽ ഗർബ് എന്നറിയപ്പെട്ട ആളൊക്കെയാണ് ഇബ്നു ഹാനി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആളെ നമുക്ക് നോക്കാം. ഇബ്നു സൈദൂൻ ആണ് കേട്ടോ. ഇബ്നു സൈദൂന്റെ കറക്റ്റ് നെയിം അബു വലീദ് അഹ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇബ്നു സൈദൂൻ എന്നാണ്. ഇതിലൊക്കെ ഉള്ള ഈ സ്പെയിൻ ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്ന ഷുറാക്കളെ പറ്റിയൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവരുടെ പേര് കറക്റ്റ് നെയിമിലല്ല ഇവർ അറിയപ്പെടുന്നത്. ഇബ്നു സൈദൂൻ എന്നുള്ളത് അല്ലെങ്കിൽ ഇബ്നു ഹാനിയുടെ ഒക്കെ കറക്റ്റ് നെയിം വേറാണ്. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഫുൾ നെയിം കൊടുത്തിട്ടുള്ളൂ. ഇത് ചിലപ്പോൾ അബു വലീദ് അഹ്മദ് ബിൻ അബ്ദുള്ള എന്നുള്ള പേരുള്ള ഷാഹിർ ആരാണെന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഇബ്നു സൈദൂൻ ആണെന്ന് മനസ്സിലാക്കണം.
എല്ലാരെയും പേര് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുത്ത ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. പിന്നെ കുർത്തുബയിലാണ്, അതായത് കൊർദോവയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ജി വിസാറത്തെയും അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. 2 ആൾക്കാരെ മന്ത്രിയായിരുന്നു. പിന്നെ ഇദ്ദേഹം ബുഹ്തരിൽ ഗർബ് എന്നറിയപ്പെട്ട ആളാണ് ട്ടോ. മുത്തനബിൽ ഗർബ് എന്ന് അറിയപ്പെട്ട ആളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇദ്ദേഹം ബുഹ്തരിൽ ഗർബ് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ മുഴ്ത്തമിദ് തന്നിട്ടുള്ള രാജാവിന്റെ വസീറായിരുന്നു. പിന്നെ അബി ഹസ്മ് തന്നിട്ടുള്ള ഒരാളെ മന്ത്രിയായിട്ട് ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസാലകളുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ റിസാലത്തുൽ ഹസ്ലിയ, പിന്നെ റിസാലത്തു ജദ്ദിയ. ഏതൊക്കെയാണ്? റിസാലത്തു ഹസ്ലിയ, റിസാലത്തു ജദ്ദിയ. അത് ഇമ്പോർട്ടന്റ് ആണ് ട്ടോ ഇദ്ദേഹത്തിന്റെ റിസാലകള്. പിന്നെ അത് നോക്കി വെക്കാം. പിന്നെ ഇദ്ദേഹത്തിന് വേറൊരു ഖസീദ ഉണ്ട്, ഖസീദത്തു നൂനിയ. ഈ ഖസീദത്തു നൂനിയ അറിയപ്പെടുന്നത് ഖസീദത്തുൽ അന്ദുലുസിയ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ. ഇദ്ദേഹം മഖ്ദൂമിയാണ് ട്ടോ. ഈ മഖ്ദൂമി കുടുംബത്തിൽ നിന്നുള്ള കവിയാണ് ഇദ്ദേഹം. അഹ്മദ് ബിൻ അബ്ദുള്ള എന്നാണ് ഇദ്ദേഹത്തിന്റെ റെഡ്കിൽ നെയിം. പിന്നെ ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളതാണ് ഈ എന്ത് കാര്യത്തിലെന്ന് വെച്ചാൽ വല്ലാത തന്നിട്ടുള്ള ഒരാള്, ഒരു പെണ്ണുണ്ട് ആ കാലത്ത് ജീവിച്ചിട്ടുള്ള വല്ലാത ബിന്ത് മുസ്തഖ്ഫി പറഞ്ഞിട്ടുള്ള. പിന്നെ ഒരു രാജാവിന്റെ മോളൊക്കെ ആയിരുന്നു. പിന്നെ വലിയൊരു ഷായറായിരുന്നു. ആ കാലത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഷായറായിരുന്നു, ഷായറത്തായിരുന്നു. അപ്പൊ ഇവളും ഈ ചെക്കന് ആരാണ്, ഇദ്ദേഹത്തിന്റെ പേര് ഇബ്നു സൈദൂൻ. ഇവര് രണ്ടാളും ഇഷ്ടത്തിലായിരുന്നു. പിന്നെ വല്ലാതെ എന്താണ്, ഈ ഇബ്നു സൈദൂൻ ഒരു മന്ത്രിയാണല്ലോ. അപ്പൊ മന്ത്രിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അതിന് ശേഷം വല്ലാതെ വേറൊരു മന്ത്രിയായിട്ട് ഇഷ്ടത്തിലായി. ഈ ഇബ്നു സൈദൂൻ എപ്പോഴും കൊട്ടാരത്തിൽ വന്ന് വേറെ ഏതൊക്കെയോ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്ന വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആണ് ഇവര് പിന്നെ ബ്രേക്കപ്പ് ആയി. അങ്ങനെ ഇവര് ബ്രേക്കപ്പ് ആയി എന്താണ് വല്ലാതെ വേറൊരു മന്ത്രിയായിട്ട് ഇഷ്ടത്തിലായി. അങ്ങനെ ഈ അപ്പൊ ഇബ്നു സൈദൂൻ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പൊ ഇബ്നു സൈദൂന് നമ്മൾ പറഞ്ഞില്ലേ ഈ റിസാലത്തുൽ ജദ്ദിയ 2 ലെറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് റിസാലത്തുൽ ജദ്ദിയ, റിസാലത്തുൽ ഹസ്ലിയ. അതിൽ റിസാലത്തുൽ ജദ്ദിയ ഇദ്ദേഹം ഇവളെ പുതിയ ചെക്കനില്ലേ, പുതിയ ചെക്കൻ വെച്ചാൽ വേറൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള ഇതാണ്. അല്ല, റിസാലത്തുൽ ജദ്ദിയ അല്ല, റിസാലത്തുൽ ഹസ്ലിയ വേറൊരു മന്ത്രിക്ക് എഴുതിയിട്ടുള്ളതാണ്. അതായത് വല്ലാതെന്റെ വേറൊരു ബോയ് ഫ്രണ്ടിന് എഴുതിയിട്ടുള്ളതാണ്. പിന്നെ എന്തൊക്കെയോ കുറ്റം പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ബുസ്തരിൽ ഗർബ് എന്നറിയപ്പെട്ടിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. പിന്നെ റിസാലത്തുൽ ജദ്ദിയ ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് നാബിഗത്തു സുബിയാനിന്റെ എഴുത്തുകാരി ഉണ്ട്, അതിന് ഒരു നഹ്വായിട്ടുള്ളതാണ് റിസാലത്തുൽ ജദ്ദിയ. ഓക്കെ. ഇതൊക്കെയാണ് ഇബ്നു സൈദൂനെ പറ്റി പറയാനുള്ളത്. ഇബ്നു സൈദൂനെ പറ്റി പറയുമ്പം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഓർത്തു വെക്കുക. പിന്നെ ഇദ്ദേഹം ബുഹ്തരിൽ ഗർബ് എന്നറിയപ്പെട്ടിട്ടുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ വല്ലാതായാലും ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഖസീദത്തു നൂനിയ അത് ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്? ഖസീദത്തുൽ അന്ദുലുസിയ എന്നറിയപ്പെട്ട ഖസീദ ആര് എഴുതിയാണ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കട്ടോ. പിന്നെ ഇദ്ദേഹത്തിന്റെ റിസാലത്തുൽ ഹസ്ലിയ അതാണ് ഈ വല്ലാദന്റെ, നമ്മൾ പറഞ്ഞില്ലേ വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഇവര് ബ്രേക്കപ്പ് ആയതിനു ശേഷമല്ലേ, അബി ആമിർ ബിൻ അബ്ദീസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇയാൾക്ക് എഴുതിയതാണ് റിസാലത്തുൽ ഹസ്ലിയ. അതിൽ ഫുള്ള് നാളുണ്ടോ ഇങ്ങനെ ഇവളെ നോക്കാന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് ഇദ്ദേഹം എഴുതുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കാം. പിന്നെ റിസാലത്തുൽ ജദ്ദിയ കുത്തുബിയില ഇബ്നു ജുംഹൂറിനാണ് എഴുതിയിട്ടുള്ളത്. അതില് പ്രതിപാദിക്കുന്ന വിഷയം മറ്റേ നാബിഗത്തു സുബിയാനിന്റെ എഴുത്തുകാരിയാണ്. പിന്നെ ഇദ്ദേഹത്തിന് റിസാലത്തുൽ ഇസ്തിഗ്ഫാഫ് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ നോക്കി വെക്കട്ടോ. പിന്നെ ഇനി ഇബ്നു സൈദൂന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന വല്ലാദ ബിൻത് മുസ്തഖ്ഫിനാണ് നമ്മൾ പറയുന്നത്. ഇദ്ദേഹം അല്ല, ഇവള് ഷായറത്തുൽ അന്ദുലുസ് ആണ്. പിന്നെ അമീറത്തുൽ അന്ദുലുസിയ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ട്ടോ. അമീറത്തുൽ അന്ദുലുസിയ. പിന്നെ ഇദ്ദേഹം ഇവള് ജനിച്ചിട്ടുള്ളത് എർനാക്ക പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. പിന്നെ വറസത്ത് വല്ലാദ ഷിറുഹ ആൻഡ് ഉമ്മിഹ. ഈ വല്ലാദ ഷിറൊക്കെ പഠിച്ചിട്ടുള്ളത് വല്ലാദന്റെ ഉമ്മന്റെ അടുത്ത് നിന്നാണ്. ഉമ്മുഹ ജാരിയത്തു ഇസ്ബാഹിയ ഇസ്മുഹ സുക്ര.
ഇമ്മ എന്ന് വെച്ചാൽ സ്പെയിനിൽ ഉണ്ടായിരുന്ന ഒരു ജാരിയായിരുന്നു കേട്ടോ ഇമ്മ. ഇമ്മന്റെ പേര്. ഓക്കെ. അപ്പൊ ഇത്രക്കൊക്കെ നോക്കി വെച്ചാൽ മതി. വല്ലാദനെ പറ്റി പറയുമ്പോൾ ഇബ്നു സൈദുനെ എന്തായാലും മറന്നു പോയത്. പിന്നെ റിസാലത്തുൽ ജദ്ദിയെ, റിസാലത്തുൽ ഹസ്ലിയെ ഒക്കെ ഓർമ്മയിൽ വേണം. പിന്നെ വേറൊരു ഷായിറത്താണ് ഹംദുല ബിൻത്ത് സിയാദ്. ഇവളെ പേര് ഇവളെ പേരല്ല, ഇവളെ സഹോദരിന്റെ പേര് സൈനബ് എന്നാണ്. സൈനബും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷായിറത്തായിരുന്നു. ഹംദൂൻ അറിയപ്പെട്ടിട്ടുള്ളത് ഹുനസാ ഉൽ മഗ്രിബ് എന്നാണ് ട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതേപോലെ തന്നെ അറിയപ്പെട്ടിട്ടുണ്ട് സനൂബിരിയത്തുൽ അന്ദുലുസ്, അന്ദുലൂസിയൻ പൈൻ എന്നാണ്. നമ്മള് അന്ദുലൂസിയൻ പൈൻ അറിയപ്പെട്ടിട്ടുള്ള വേറൊരു ഷായറിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഹഫ്സ ബിൻത്ത് ഹാജിനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഹഫ്സനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അഹ്മദ് ബിൻ സഈദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷായർ ഉണ്ടായിരുന്നു ആ കാലത്തുള്ള. ഈ അഹ്മദ് ബിൻ സഈദ് മരണപ്പെട്ടപ്പം പിന്നെ ഹഫ്സ ഫുള്ള് കറുപ്പ് ഡ്രസ്സൊക്കെ മാത്രം ഇട്ട്, അതുവരെ കുറച്ച് കളിച്ച് നടന്നിട്ട് ആ ഒരു ടൈപ്പ് കുട്ടിയായിരുന്നു. എന്താ ഷീറിലൊക്കെ ഫുള്ള് ക്ലാസ്സിലും ആ ഒരു ഇതൊക്കെ ഉള്ള. പക്ഷെ അതിനുശേഷം എന്താക്കി, ഫുള്ള് സുഹൃദിലേക്ക് മാറി. പിന്നെ കവിത എഴുതുന്നൊക്കെ നിർത്തി. പിന്നെ എന്താക്കി, പിന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന അമീറാത്തുകൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, ഇൽമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ആ ഒരു മേഖലയിലേക്കൊക്കെ മാറിയിട്ടുള്ള ഒരാളാണ് ഹഫ്സ ബിൻത്ത് ഹാജി. പിന്നെ ഷായിറത്തുൻ ഉഹിബ്ബുഹ അഹദുൽ മുലൂകു വ വസീറുഹു, ഒരു രാജാവും പിന്നെ മന്ത്രിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷായറാണ് ഹഫ്സ. പിന്നെ മറാക്കിഷിലാണ് ഹഫ്സ മരണപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ഏറ്റവും പോസിബിൾ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇബ്നു ഹസ്ം ആണ് വേറൊരു ഷായർ. ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് കുർത്തുബയിലാണ് ട്ടോ. പിന്നെ ഇദ്ദേഹം ഫഖീഹ് ആയിരുന്നു. അതേപോലെ തന്നെ മദ്ഹബ് ഉണ്ട്, ഒരു ലാഹിരി പറഞ്ഞിട്ടുള്ള മദ്ഹബിന്റെ ആളായിരുന്നു ഇദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മിൻ അവാഇലി മൻ ഖാല ബി ഖറിയത്തിൽ അർള്. ഇതെന്താണ് പറയുന്നത് വെച്ചാല് ഭൂമി ഗോളാകൃതിയിലാണെന്ന് പറഞ്ഞതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നതും ഫസ്റ്റ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളുമാണ് ആര്, ഇബ്നു ഹസ്ം. ഓക്കെ, ഓർത്തു വെക്കട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് മുഅല്ലഫാത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈത്വാലുൽ ഖിയാസ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല ട്ടോ. ഹുജ്ജത്തുൽ വിദാ ഇദ്ദേഹത്തിൻ്റെത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊന്നാണ് അന്നബ്രത്തുൽ കാഫിയ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അജംബറത്തുൽ അൻസാബുൽ അർദ്. ഈ മൂന്നെണ്ണം നിങ്ങൾ നോട്ട് ചെയ്യണേ. ലാസ്റ്റ് കൊടുത്തിട്ടുള്ള മൂന്നെണ്ണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇനി ഇബ്നു തുഫൈലിനെ നോക്കാം. ഇബ്നു തുഫൈൽ അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ഇബ്നു തുഫൈൽ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായാലും നോക്കി വെക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ക്വസ്റ്റ്യനിൽ കാണലുണ്ട്. പിന്നെ അബാ ജഗ്ഫർ എന്ന് ഇദ്ദേഹത്തിന് കുഞ്ഞിയത്തുണ്ട്. പിന്നെ ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് വാദി ആഷിലാണ്. പിന്നെ ഇദ്ദേഹം വർണ്ണാത്ത ആണ്. ഇദ്ദേഹം ഒരു ഡോക്ടർ ആട്ടോ. ഇദ്ദേഹം തിബ് പഠിച്ചിട്ടുള്ള ആളാണ്. അത് പഠിച്ചിട്ടുള്ളത് വർണ്ണാത്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇദ്ദേഹം അതേപോലെ തന്നെ ഡോക്ടർ മാത്രമല്ല, ഇദ്ദേഹം ഒരു ഫൈലസൂഫ് ആണ്. അതേപോലെ തന്നെ ഒരു ഫീസിയ ആണ്. പിന്നെ അതേപോലെ ഖാളി അന്ദലുസി ആയിട്ട് അറിയപ്പെട്ട ആളാണ്. പിന്നെ ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു മന്ത്രി സ്ഥാനമൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ആളാണ്. മന്ത്രിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ. പിന്നെ കുറെ റോളിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഹയ്യബിന് യഖ്ലാൻ. ആ ബുക്കില് എന്താ യുബയ്യിനു റിവായത്തു ഹയ്യബിന് യഖ്ലാൻ അന്നൽ ഇൻസാന യസ്തത്തി അൻ യബ്ലുഗ അസ്മ ദറജാത്ത് ബിഖുവ്വത്തുൽ അഖ്ലിയ. ഈ ഹയ്യബിന് യഖ്ലാൻ എന്താ പറയുന്നത് എന്നാണ് പറയുന്നത്, ഒരു വ്യക്തിക്ക് തന്റെ ബുദ്ധിയുടെ ശക്തി കാരണം ഉയർന്ന തലങ്ങളിൽ എത്താൻ സാധിക്കും എന്നൊക്കെ പറയുന്ന ഒരു ബുക്കാണ് ഈ ഹയ്യബിന് യഖ്ലാൻ.
ഈ ബുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എന്തായാലും ഓർത്തു വെക്കണം. എഴുതിയ ആളെ ഓർത്തു വെക്കണം, ഇതിന് തുഫയിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം മറന്നുപോയത്. പിന്നെ ഇദ്ദേഹം ഇദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തിബൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു, അബി യാക്കൂബ് യൂസുഫ് എന്ന് പറഞ്ഞിട്ടുള്ള. ആ ഒരു സുൽത്താന്റെ ത്വബീബായിരുന്നു കേട്ടോ ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഹയ്യുബിന് യഖ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അതെന്തായാലും ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ ഇബിന് ഷുഹൈദ്. ഇബിന് ഷുഹൈദ് എന്ന് വെച്ചാല് ഷാരിൻ അന്ദുലിസി ഫലജ ബിശിദ്ദത്തി ഇൻഹിമാഖുഹു ഫി ഹയാത്തി തർക്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ആഡംബര ജീവിതത്തിന്റെ ആയത്തിലൊക്കെ മുങ്ങി അങ്ങനത്തെ ജീവിച്ചിട്ടുള്ള ഒരു കവിയാണ് ഇബിന് ഷുഹൈദ്. കാരണം അഫ്രാദു ഉസ്രത്തുഹു യതവല്ലൂന ബഅദൽ മനാസിബുൽ ഹാമത്ത് ഫി ദൗലത്തിൽ ഉമവിയ ഫിൽ അന്ദലസി. ഈ സ്പെയിനിൽ ഉണ്ടായിരുന്ന ഒരു ഈ ഉമവികൾ സ്പെയിന് ഭരിച്ചിട്ടുണ്ട് നമുക്കറിയാലോ. ഉമവി കാലത്ത് എന്താണ് അബ്ദുറഹ്മാൻ ദാഖിൽ അല്ലേ ഓലാണെന്ന് തോന്നുന്നുണ്ട് സ്പെയിനില് ഭരണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാലത്ത് ആരോ മൈക്ക് മ്യൂട്ട് ആക്കുവോ? ഓക്കെ. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ ഉമവികള് സ്പെയിൻ ഭരിച്ച കാലത്ത് വലിയ വലിയ സ്ഥാനമൊക്കെ വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെന്താണ് അബി നസീർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാട്ടെ. നിങ്ങൾ വെറുതെ അതൊന്നും നോക്കി വെക്കേണ്ട കാര്യമില്ല. ഈ പോയിന്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ലായുക്കാവമുഹു അമ്രുബിന് ബഹ്റു അലാ തെറാവില്ല ബഹ്റു എന്നൊക്കെ പറയുന്നത്. ബഹറിൽ നിന്ന് ബഹറിൽ എത്രത്തോളം അറിവുണ്ടാവും അത്രയും അറിവുള്ള ഒരാളാണ്, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഇദ്ദേഹത്തിന്റെ ഒരു ഫാക്ടറിയിൽ പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അത്തവാബി വസ്തവാബി. അതെന്തായാലും നോക്കി വെക്കണം കേട്ടോ. ഇത് ഒരു ജിന്നുകളെ ലോകത്തിനെ പറ്റി, ആ ഓല ജീവിതം എങ്ങനെ ആയിരിക്കും അങ്ങനൊക്കെ ഉള്ളയിച്ചാൽ ഒരു ഹിയാലി ആയിട്ടുള്ള ഹിസ്സാണ് റിസാലത്തു അത്തവാബി വസ്തവാബി. അതെന്തായാലും നോക്കി വെക്കട്ടോ. പിന്നെ ഇബിന് അബ്ദുർ റബ്ബിനെ പറ്റി നോക്കാം. ഇദ്ദേഹം കുർത്തുബയിലാണ് ജനിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം അബു അംർ അഹ്മദ് ബിൻ അബ്ദുർ റബ്ബ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഓർത്തു വെക്കുക. ഇദ്ദേഹം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഷായറാണ്. പിന്നെ ഷായറും പിന്നെ കാത്തിബൊക്കെയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു അബ്ദുൽ ഫരീദ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃദിലുള്ള ഖസാഇദാണ് അൽ മുമഹിസാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ സുഹൃദിലുള്ള ഖസാഇദാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് അബ്ദുൽ ഫരീദ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർത്തു വെക്കേണ്ട ആളാണ് ഇബ്നു അബ്ദുർ റബ്ബ്. പിന്നെ മലീഹുൽ അൻദലുസ് എന്നറിയപ്പെട്ടിട്ടുള്ള ആളാണ്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി മുത്തനബി പറഞ്ഞിട്ടുള്ളതാണ് ലഖദ് തഅതീകൽ ഇറാഖു ഹബ്ബു. ഇറാഖുകാരെ എന്നെ ഒഴിവാക്കിക്ക്. എന്താ ഇവിടെ പറയുന്നത് വെച്ചാല് ഇബ്നു അബ്ദുർ റബ്ബ് ഈ അഖ്ദുൽ ഫരീദ് എഴുതിയപ്പം ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇതായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു ഇദ്ദേഹം ഇത് എഴുതാൻ തുടങ്ങിയപ്പോ, ഈ ബുക്ക് എഴുതാൻ തുടങ്ങിയപ്പോ. എന്താന്ന് വെച്ചാല് ഈ ബാക്കിയുള്ള ഈ സ്പെയിൻകാരല്ലാത്ത ബാക്കി ഇറാഖൊക്കെ ആ കാലത്ത് ഭയങ്കരമായിട്ട് ഈ അറിവിന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഇവരൊക്കെ ഈ ഇബ്നു അബ്ദുർ റബ്ബ് ഈ ബുക്ക് എഴുതാൻ തുടങ്ങിയിട്ട് കേട്ടപ്പോ ഇവരെന്താക്കി, ഇവരൊക്കെ വിചാരിക്കുന്നത് അത് സ്പെയിനിനെ പറ്റിയായിട്ട്, സ്പെയിനിലത്തെ സാഹിത്യത്തിനെ പറ്റി, സ്പെയിനിലത്തെ സംസ്കാരത്തിനെ പറ്റി, അതിനെ പറ്റിയൊക്കെ ആയിട്ട് ഇദ്ദേഹം ബുക്ക് എഴുതുന്നതെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിൽ ഇബ്നു അബ്ദുർ റബ്ബ് അബ്ദുൽ ഫരീദിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാല് ഇറാഖും ബഗ്ദാദും പിന്നെ അവിടെയുള്ള ഷുവറാക്കളെ പറ്റിയും ഓല കോൺട്രിബ്യൂഷൻസും ആ കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഇവര് ഒരു പുതിയൊരു ഭാഗം, പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനാവുന്നതാണ് ഇവര് പുറത്തുള്ള എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഈ ഇറാഖിലും ബഗ്ദാദിലും ഒക്കെ ഉള്ള എന്താണ് ഷുവറാക്കളെ പറ്റിയും പിന്നെ ഓല മുഅല്ലഫാത്തുകളെ പറ്റിയൊക്കെ ഓൾറെഡി വേൾഡ് ഫേമസ് ആണ്. പിന്നെ അതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി കുറെ ബുക്കുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം
ആ ഒരു രോഷാണ് അതില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെപ്പറ്റി തന്നെ പിന്നെ എഴുതിയിട്ട് സ്പെയിനിനെ പറ്റി ഒന്നും പറയുന്നില്ല അബ്ദുൽ ഫരീദില്. പിന്നെ അല്ലാണ്ടുള്ള അറബികളെ വേറെ കുറെ ബുക്കുകളും കാര്യങ്ങളും അതൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ഇദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ നാസിറിനെ പറ്റിയുള്ള ഒരു ഇതുണ്ട്. 440 ബൈറ്റുള്ള ഒരു കസീദുണ്ട്. പിന്നെ ഈ മുവശഹാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ട് കസീദ. അത് ഫേമസ് ആയിട്ടുള്ളതും പിന്നെ അത് ജനിച്ചിട്ടുള്ളതൊക്കെ ഈ സ്പെയിൻ ലിറ്ററേച്ചർ ആ ഒരു കാലത്തും പിന്നെ ഓലെ സ്പെയിനിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. സ്പെയിൻ ലിറ്ററേച്ചറിൽ പെട്ടിട്ടുള്ള ഷുറാക്കളാണ് അങ്ങനത്തെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ ആ ഒരു മുവശഹാത്തൊക്കെ ഒരു വേൾഡ് ഫേമസ് ആവാൻ വേണ്ടിയിട്ടും അത് അങ്ങനത്തത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും മുന്നിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഇബ്നു അബ്ദുർ റബ്ബ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ കത്തബ ഷിറു ഫി സിബ്തി വൽ ഖത്ലി സുമ്മ താബ വകത്തബ അശ്ശാറൻ ഫി മവാഇൽ വസ്സുഹുദ്. ഇദ്ദേഹം ചെറുപ്പകാലത്തൊക്കെ ഇദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എഴുതിയിട്ടുള്ളത് മെയിനായിട്ട് ഗസലിലായിരുന്നു. പിന്നെ അദ്ദേഹം അതൊക്കെ തൗബ ചെയ്ത് പിന്നെ അദ്ദേഹം മവായിലും സുഹുദൊക്കെ മൗലുആയിട്ടുള്ള ഷിർ എഴുതാൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഷിറുകളൊക്കെ ഗസലിൽ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ സിഹ്ദിലുള്ള ഷിറാണ് മുമഹസാത്ത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഉലിദ ഇബ്നു ഹാനി ഫിൽ മഗ്രിബിൽ അറബ് ഒരു സ്റ്റേറ്റ്മെന്റ്. കാന ഇബ്നു ഹാനി മാജിരൻ ഖലീൽ റുദാറു സാഹിബുൽ ലഹു വൽ ഹംദ്. അതിന്റെ മീനിങ് അറിയാലോ. പിന്നെ ഇബ്നു ഹാനി അല റഈ ജുമൂറു അമീറു ഷുറാഉൽ അൻദലുസ്. ഗൈറ മുദാഫിയ. ഇന്ന ഇബ്നു ഹാനി ആഖിറു ശുഅറാഉ ബനി മഖ്സൂം. ഇതിൽ ഏതാണ് സഹീഹ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? അതാണ് ബാ ജാ ഫഖത്ത്. ഏതാ ഓപ്ഷൻ? അത് സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ കറക്റ്റ്. കാന ഇബ്നു ഹാനി മാജിനൻ. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹം എന്താണ് ഹംറിന്റെ ആളായിരുന്നു. പിന്നെ ഫുള്ള് ലഹവും അങ്ങനത്തെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ഇബ്നു ഹാനിന്റെ. പിന്നെ ഇബ്നു ഹാനി അല്ലാതെ ഈ ജുമൂർ അമീർ ഷുറാഉൽ അൻദലുസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് അല്ലേ? അത് നല്ല ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പോയിന്റ്. ഇദ്ദേഹം അന്തുലുസ് ഷുറാക്കളെ അമീറായിട്ട് അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോ ആ ഒരു പോയിന്റ് കണ്ട അത് എന്തായാലും ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ ഇബ്നു ഹാനി ജനിച്ചിട്ടുള്ളത് സ്ഥലം അത് മഗ്രിബ് അല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇഷ്ബീലിയ നമ്മൾ പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് വേറൊരു ഇൽബീരിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നാട് ഒളിച്ചോടി. അങ്ങനൊക്കെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നില്ലേ? അപ്പൊ അതാണ് കേട്ടോ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇബ്നു ഷുഹൈദിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇബ്നു ഷുഹൈദിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇതിലുണ്ട്. അതേതാണ്? സി അല്ലേ പറഞ്ഞിട്ടുള്ളത്? കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. അതെന്തായാലും ഓർത്ത് വെക്കണം, മറന്നു വരും കേട്ടോ. പിന്നെ റിസാലത്തുൽ ജദ്ദിയന്റെ മുഅല്ലഫ് ആരാണ്? ഡി ഇബ്നു സൈദൂൻ ആണ്. ഓക്കെ. ഇതിൽ ആരാ ഈ ഓപ്ഷനിൽ ഏതാ ആളാരാ ഡോക്ടർ ആയിട്ടുണ്ടായിരുന്നത്? ഇനി നമുക്ക് റിസാലത്തുൽ ജദ്ദിയന്റെ ഇബ്നു സൈദൂനാണ് പറഞ്ഞല്ലോ. ഇനി അമീദ് റാബിത്തത്തുൽ കലമിയ എന്നറിയപ്പെട്ടിട്ടുള്ളത് ആരാണ്? കറക്റ്റ് ആണ് കേട്ടോ. ദെൻ ഇദ്ദേഹം ജിബ്രാൻ ഖലീൽ ജിബ്രാനെ പറ്റി പറയുമ്പോൾ നമ്മൾ വേറെ ഓർത്തിരിക്കേണ്ട ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള കുറച്ച് ബുക്കൊക്കെ അല്ലേ 1923 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, നല്ല ഫേമസ് ആയിട്ടുള്ള. അതേതാണെന്ന് ഓർമ്മയുണ്ടോ?
നബിയ നബിയാണ്. പിന്നെ ഇദ്ദേഹം ഏത് നാട്ടുകാരനാണ് ജിബ്രാൻ? ലബ്നാൻ. ഓക്കെ. ലബ്നാൻ. ലബനാനിലുള്ള ഏതായിരുന്നു ഗ്രാമത്തിന്റെ പേര് എന്ന് ഓർമ്മയുണ്ടോ? ബാലബക്കല്ല ഉം. ആണോ? അല്ല. ഒരു ഫസ്റ്റ് ലെറ്റർ. ബാ എന്ന. വെച്ച് എന്നാലേ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം എന്താ ചോദിക്കപ്പോ അമേരിക്കയിലേക്ക് വന്ന വർഷം? അതറിയില്ല. പിന്നെന്താ വാപ്പനെ പറ്റി അറിയോ? ഇദ്ദേഹത്തിന്റെ വാപ്പ അങ്ങനെ കള്ള കുടിക്കുന്ന ആളാ തോന്നുന്നല്ലേ? കേസും പോലീസും അങ്ങ്. കേസും പോലീസും ഒക്കെ ആയോ? ഫുള്ള് പ്രശ്നമായിട്ട് ഇമ്മയോടും നാട് വിട്ടാനാ? ഓക്കെ. പിന്നെ ഇദ്ദേഹം എവിടെ ആണ് മരണപ്പെട്ടിട്ടുള്ളത്? മരണപ്പെട്ടത് ന്യൂയോർക്കില്. എവിടാണ് കബറടക്കപ്പെട്ടിട്ടുള്ളത്? ലബനാന്. ഓക്കെ. ഇതില് ഈ 4 ഓപ്ഷനിൽ നഖദിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, അതാരാ? ഇതൊന്ന് സൂം. ഓക്കെ. മീഖായിൽ നഈമ. സൂം ആക്കണോ? ഓക്കെ. മീഖായിൽ നൊയ്മന്റെ നഖദിലുള്ള ബുക്ക് ഏതാ? ഇർബാല് അതന്നെ. ഇർബാലും ജദീദും. ഓക്കെ. നസീബ് അരിവനെ പറ്റി പറയുമ്പം ഇദ്ദേഹം എവിടാ ജനിച്ചിട്ടുള്ളത്? സിറിയയിലത്തെ ഏത് സ്ഥലം? സ്ഥലം അറിയില്ല. ഓക്കെ. ഹിംസിലാണ്. പിന്നെ ഇദ്ദേഹം ഏത് സ്കൂളിലാ പഠിച്ചത്? ഒരു റഷ്യൻ സ്കൂളിലാ പഠിച്ചത്. അതൊന്ന് ഓർത്ത് വെക്കണേ. പിന്നെ ഇദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പം എന്തായാലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇതുണ്ട്, മജല്ല. നസീബ് അരിവനെ പറ്റി പറയും. മജല്ലത്തുൽ ഫുനൂൻ. മജല്ലത്തുൽ ഫുനൂൻ. പിന്നെ ഓക്കെ. ജിബ്രാൻ ഇതില് ഏത് കൊല്ലാണ് റാബിത്തത്തുൽ കലമിയ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1920. ഓക്കെ. പിന്നെ ഈലിയ അബുമാവിനെ പറ്റി പറയുമ്പം ഇദ്ദേഹത്തിന്റെ ഒരു മജല്ല ഉണ്ട്, മജല്ലത്തു സമീർ. ഓക്കെ. ഇതൊക്കെയാണ് പോസിബിൾ ആയി ഇതിനെ പറ്റി ചോദിക്കാനുള്ളത്, അങ്ങനെ കാണുന്നത്. ഇനി ഹയ്യബിന് യഖ്ലാൻ എന്നത് നമ്മളൊരു ബുക്ക് പറഞ്ഞു, അതാരായാലും എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇബ്നു തുഫൈൽ. ഇതിന്റെ ഇതേതാ? മൗലൂൾ. ജിന്നുകളെ കുറിച്ചൊക്കെ എന്നുള്ളത് പറഞ്ഞതിൽ ഓപ്ഷൻ ഏതാന്ന് അൽ ഹിക്മത്ത് വൽ ഇഷ്റാഖിയാണ് കേട്ടോ. ഒരു ഫൽസഫയ്ക്കായിട്ട് റിലേറ്റഡ് ആണ് ഇത്. അന്നപ്പോ നമ്മൾ ഹിക്മത്ത് കണ്ടാല് അങ്ങനെയാണ് വിചാരിച്ചാൽ മതി. ഹിക്മത്താണ്, ഹിക്മത്തുൽ ഇഷ്റാഖിയാണ്. ഓക്കെ. ഇനി അദീബ് അന്ദുലുസി വ ഫൈലസൂഫ് ലിദ ഫി സനത്തി 506 ഹിജ്റ ഇഷ്തഗല ബിത്തിബ് അംനാത്ത. ഇതാരെ പറ്റിയാ പറയുന്നേ? ഇബ്നു തുഫൈലിനല്ലേ? ഇബ്നു തുഫൈലാണ്. ഇബ്നു അബ്ദു റബ്ബു ഇല്ലേ, അവിടെ കണ്ടില്ല ഒരു ഓപ്ഷന്? അയാള് ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്, അതേതാ? അൽ അഖ്ദുൽ ഫരീദ്. പിന്നെ അഷാരുൽ മഹ്ജരി അല്ലദീ സുജ്ജിന അബൂഹു വഹജസത് അംലാക്കുഹു. ജിബ്രാൻ അല്ലേ? ഇതില് ഒരാള് മാത്രം റാബിത്തത്തുൽ കലമിയ ഇതിൽ പെട്ടല്ല, അതാരാ? ഇല്യാസ് ഫർഹത്ത്. ഓക്കെ. അൻഷ ഷായറുൽ അറബി മജല്ലത്തു സമീർ, നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇലിയ അബുമാദി. ഇതില് ഫൗസി മഅലൂഫിനെ പറ്റി എന്താ അറിയാ? ഫൗസി മഅലൂഫ് കേട്ടില്ല. അന്തലസിന്റെ ആളാണോ? അല്ല, അതന്നെ. അന്തലസിന്റെ ആളാണ്. നമ്മൾ മിഷാൽ മഅലൂഫിനെ പറ്റി പറഞ്ഞില്ലേ? അതിന് ശേഷം ആരായിരുന്നു ആ സ്ഥാനത്തേക്ക് വന്നത് അന്തലൂസിലത്തെ?
മറ്റേ റഷീദ് ഹെഡായിട്ട് സലീം സൂര്യ. റഷീദ് സലീം അൽ പൂരിയാണ്. അതിന് ശേഷം ആ സ്ഥാനത്ത് വന്നിട്ടുള്ള ആളാണ് ഫൗസി മഅ്ലൂഫ്. അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. പിന്നെ മിഷാൽ മഅ്ലൂഫിന്റെ പെങ്ങളെ മോനാണ്. പെങ്ങളെ മോൻ. പിന്നെ ഇതില് ഈലിയ അബുമാവിനെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതിനിങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരുവാ CUT-ക്ക്? ഇതുവരെ ഏടായിരുന്നു കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടേ അല്ലല്ലോ. കൊറേ വട്ടം എന്നെ വിളിച്ചു നോക്കി. ശരി, കൊറേ വട്ടം എന്നെ വിളിച്ചു നോക്കി. പിന്നെ ഞങ്ങൾക്ക് 3-ാം തീയതി സെം എക്സാമാ. 3-ാം തീയതി സെം എക്സാമാ. അപ്പൊ ക്ലാസ് തീരാത്ത ടീച്ചേഴ്സ് എല്ലാം നൈറ്റ് ഓൺലൈൻ ക്ലാസ് വെക്കുന്നുണ്ട്. ഫറൂഖില് പഠിക്കുന്നേ? ഫറൂഖ് പഠിക്കുന്ന ആളല്ലേ? ഇങ്ങനൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മള് CUT-ക്ക് ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവും? ഒബ്ജക്റ്റീവ് ഉണ്ടാവും. മൈനസ് മാർക്ക് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും മൈനസ് മാർക്ക് എത്ര വരുന്നത്? ഒന്ന് ശരിയായാല് 4 മാർക്ക്. മൈനസ് മാർക്ക് ആണെങ്കിൽ ഒരു മാർക്ക് പോകും. ഒരു മാർക്ക് പോയില്ലേ? ഓക്കെ, അപ്പൊ ഇതിലേതാ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് പറഞ്ഞേ. രണ്ടാൾക്കാരും ആൻസർ ചെയ്തു. നാലാമത്തതാണ് രണ്ടാളും പറയുന്നേ. നമ്മള് നോക്കിയാലോ. ഇതിന്റെ നാലാമത്തെ അല്ല. ഇദ്ദേഹം ഖലീൽ മിത്രാന്റെ അല്ലേ? പക്ഷെ ഇദ്ദേഹത്തിന് അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇതില് ഉള്ള തെറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാ, ഇദ്ദേഹം ന്യൂയോർക്കിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവിടെ തന്നെയാണ് ദഫൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജിബ്രാനെ പറ്റി പറയുമ്പോഴാണ് ജിബ്രാന് ന്യൂയോർക്കിൽ മരണപ്പെട്ട് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഓക്കെ, നസീബ് ആഡിൽ എവിടാ ജനിച്ചിട്ടുള്ളത്? ഹിംസിലാണ്. റഷീദ് അയ്യൂബ് എവിടാ ജനിച്ചിട്ടുള്ളത്? ആൻസർ ചെയ്യാന് മസ്കന്തയിലാണ് ജനിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പോസിബിൾ ആയി വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതും പിന്നെ പ്രീവിയസ് ഇയർ മറ്റേ കേട്ടറ്റ് പിന്നെ നെറ്റ് അതിൽ നിന്നൊക്കെ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരൂ. ഇതിലും കൂടുതൽ ഡീപ്പായിട്ടുള്ളതൊന്നും നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കേണ്ട. എന്താണെന്ന് വെച്ചാല് സിലബസിൽ പറയാത്താണല്ലോ. ഇതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കുക.